അടുത്തത് പിന്നെ സ്ത്രീകളുടെ ഡയറ്റ്. ഗർഭിണിയായാൽ തന്നെ എല്ലാവരും ആങ്ഷ്യസ് ആണ്, എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കരുത്, അങ്ങനെ കുറേയൊക്കെ ധാരണകളുണ്ട്. പിന്നെ പൈനാപ്പിളും പപ്പായയും കഴിക്കരുത് എന്നുള്ളതാണ് വളരെ കോമൺ ആയിട്ടുള്ള ധാരണ. അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ഇന്റർനാഷണലി ഉണ്ട്. പിന്നെ സേഫാണ് പൈനാപ്പിളും പപ്പായും. അതൊക്കെ കൂടാതെ ഈ ലിസ്റ്റിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വരികയാണ്. പേരക്ക, ചക്ക, പിന്നെ കശുമാവ് ഇങ്ങനെ ആഡ് ചെയ്ത് വരികയാണ്. ഓരോ പുതിയ രോഗി വരുമ്പോഴും ഡോക്ടറെ അങ്ങനെ ഞാൻ ഇന്ന് കേട്ടു പിന്നെ പേരക്ക കഴിക്കാൻ പാടില്ല, കഴിക്കാവോ? അപ്പോൾ പുതിയ കാര്യങ്ങൾ ഈ എന്തൊക്കെ കഴിക്കരുത്. ഇനി എന്തെങ്കിലും ലിസ്റ്റ് നിന്ന് വിട്ടുപോയാൽ ഇതിനൊക്കെ ഒരു കൂടി മൊത്തം ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഫ്രൂട്ട്സിലൊക്കെ വിഷാണ്. ശ്രീമാ സാർ പറഞ്ഞ പോലെ ഒരു ഫ്രൂട്ട്സും കഴിക്കും. ഫ്രൂട്ട്സ് തൊടുവിക്കാത്ത വീടുകളുണ്ട് ഗർഭിണികളെ കൊണ്ട്. ഫ്രൂട്ട്സ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കേട്ട് കഴിഞ്ഞു, നമുക്ക് വളരെ നല്ലതാണ്, പിന്നെ എല്ലാവരും കഴിക്കേണ്ടതാണ്. ക്യാൻസർ തടയാൻ ക്യാൻസർ ഓർഗനൈസേഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് ഭക്ഷണത്തിന്റെ പകുതി ഭാഗം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കണം, മസ്റ്റായിട്ട്, നിർബന്ധമായിട്ട്. അതാണ് നമ്മൾ ഗർഭിണികൾക്ക് നിഷേധിക്കുന്നത്. എന്ത് ഈ വിഷം പേടിച്ചിട്ട്. കുറേ പഠനങ്ങളുണ്ട് ഫ്രൂട്ട്സ് സേഫാണ്. ഞാൻ ഓരോന്നായി ലിസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളതിൽ കളറിൽ കാണുന്നത് പിന്നെ ഒരു പഠന റിപ്പോർട്ടൊന്നുമല്ല. ഈ പോപ്പുലർ ഹെൽത്ത് വെബ്സൈറ്റ്സ് ഉണ്ട്, ഹെൽത്ത് ലൈൻ, അങ്ങനെയൊക്കെ കുറേ നിങ്ങൾ വാട്സാപ്പിലും കുറേയൊക്കെ കാണാം. അതൊന്നും പിന്നെ വിശ്വസിക്കാൻ പറ്റിയ സൈറ്റുകളോ സന്ദേശങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ ഹെൽത്ത് പരമായി പിന്നെ നെറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ പോപ്പുലർ വെബ്സൈറ്റ്സിൽ അവർ കുറേ കളർ കൊടുക്കും, പിന്നെ കുറേ പിന്നെ കേൾക്കാൻ ഇത് രസമുള്ള കുറേ സാധനങ്ങൾ എഴുതും. പക്ഷെ അതൊന്നും വസ്തുതാപരമായി ആയിരിക്കണം എന്നില്ല. അത് കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോഴേ എപ്പോഴും ഏത് കാര്യത്തിലും ഇപ്പം ഫ്രൂട്ട്സ് ഇൻ പ്രഗ്നൻസി അങ്ങനെ സെർച്ച് ചെയ്യാണ്ട് അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ഇത് എവിഡൻസ് എന്നും കൂടി സെർച്ച് ചെയ്യാം. ഫ്രൂട്ട്സ് ഇൻ പ്രഗ്നൻസി എവിഡൻസ്. നിങ്ങൾക്ക് നടന്ന സ്റ്റഡികളെ കുറിച്ചും പിന്നെ ഓരോ ഫ്രൂട്ട്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് നെറ്റിൽ കിട്ടും. ജസ്റ്റ് എവിഡൻസ് ഇല്ലാതെ നിങ്ങൾ വെബ്സൈറ്റിൽ ആർക്കും എഴുതാം. നിങ്ങൾ ഈ പിന്നെ മാതൃഭൂമിക്കാർക്ക് എഴുതാം, അംബികാസുധന് എഴുതാം, പിന്നെ വിഷം പറയുന്ന ആൾക്കാർക്ക് എഴുതാം, ആൾട്ടർനേറ്റ് മെഡിസിൻകാർക്കും എഴുതാം. ആർക്കും നെറ്റിൽ സ്വന്തം പിന്നെ അഭിപ്രായങ്ങൾ എഴുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ പഠനങ്ങൾ വഴി എന്താണ് കാണുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എവിഡൻസ് എന്നുള്ള വാക്കോടെ നിങ്ങൾ ഗൂഗിൾ ചെയ്താലേ നിങ്ങൾക്ക് എവിഡൻസ് ആയി കിട്ടും. ഭക്ഷണത്തിലെ ചൂടും തണുപ്പും അതൊരു വലിയൊരു വിശ്വാസമാണ്. പിന്നെ അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇത് ചൈനയുടെ ഒരു ഇൻ ആൻഡ് യാങ് എന്നുള്ള ഒരു സൈനാണ്. അപ്പോൾ ചൈനീസ് മെഡിസിനിലും ഈ അന്ധവിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായ വിശ്വാസം എവിടെയും പടരില്ല. അന്ധവിശ്വാസം എളുപ്പത്തിൽ പടരും. ഇപ്പം ജാതകം നോക്കുന്ന മുസ്ലിംസ് ഉണ്ട്. അപ്പം അന്ധവിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നത് വളരെ എളുപ്പത്തിലാണ്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ വന്നാണെന്ന് അറിയില്ല ഈ കോൺസെപ്റ്റ് ചൂടും തണുപ്പും. നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് കാറ്റഗറൈസ് ചെയ്തിട്ടാണ്. നമ്മളെ ബ്രെയിനിന്റെ വർക്കിംഗ് ആണ്. നമ്മളെ മസ്തിഷ്കം വർക്ക് ചെയ്യുന്നത് തന്നെ നമ്മളെ ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങും. നമ്മുടെ ബ്രെയിനിന്റെ ബേസിക് ഫംഗ്ഷനിങ് നമ്മളിപ്പം കമ്പ്യൂട്ടർ 1 ഉം 0 ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള പോലെ നമ്മുടെ ബ്രെയിനിന്റെ ചില ബേസിക് ഫംഗ്ഷണൽ മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമാണ് കാറ്റഗറൈസിങ്. പിന്നെ വേറൊന്ന് നമ്മളെ പിന്നെ നമ്മളതും നമ്മുടെ അല്ലാത്ത അസ്തമിങ്, നമ്മുടെ ഭാഗത്തുള്ളവരും നമ്മുടെ ഭാഗത്തല്ലാത്തവരും, അതൊക്കെ ബ്രെയിനിന്റെ ബേസിക് ഫംഗ്ഷനിങ് ആണ്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയും പ്രവർത്തിക്കുന്ന ഒരു ബ്ലാങ്ക് സ്ലേറ്റ് അല്ല. നമ്മുടെ ബ്രെയിൻ പല ലിമിറ്റേഷൻസ് വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ എന്ത് കാര്യവും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈവൻ നമുക്ക് യുക്തിവാദികൾക്കും എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്താലും അത് എത്ര ട്രെയിൻ ചെയ്താലും നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ ഈ ട്രഡീഷണൽ തിങ്കിങ്ങിൽ എങ്ങനെയോ വന്നു പോയതാണ് ഈ ചൂടും തണുപ്പും. അത് കാലറി ആണോ എന്താണെന്ന് അറിയില്ല. ഇപ്പം പല പഠനങ്ങളുണ്ട്, ഇൻഫ്ലമേഷൻ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ. പക്ഷേ ഇൻഫ്ലമേഷൻ ആണെങ്കിൽ ചൂട് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്നു, അത് കഴിച്ചുകൂടാ. പക്ഷേ തണുപ്പ് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യില്ലല്ലോ, അത് കഴിക്കാലോ, അതും പാടില്ല. ഈത്തപ്പഴം ചൂടാണ്, ഫ്രൂട്ട്സ് തണുപ്പാണ്, രണ്ടും കൊടുക്കരുത്. അതാണ്. പിന്നെ എന്ത് കൊടുക്കും നിങ്ങൾ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വസ്തുതാപരമല്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഗർഭിണികൾക്ക് കഴിക്കാം, അത് നിഷേധിക്കരുത്. എക്സോട്ടിക് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ല എന്തെങ്കിലും കാര്യത്തിന് പോയി നമ്മൾ സാധാരണ ഭക്ഷണത്തിൽ ഇല്ലാത്ത ഒരു സാധനത്തിന് പിന്നെ നിങ്ങൾക്ക് കൊടുക്കണ്ട. പക്ഷേ സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കാം. അതിൽ നന്നായി പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം. ഫ്രൂട്ട്സിന് ക്യാൻസറും കാര്യങ്ങളും മാത്രമല്ല, ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന പല വിഷമങ്ങളും പിന്നെ മലബന്ധം, ഗ്യാസ്, അതിനൊക്കെ ഫ്രൂട്ട്സ് നല്ലതാണ്. അപ്പോൾ കഴിയുന്നതും അവരെ കൊണ്ട് ഫ്രൂട്ട്സ് കഴിപ്പിക്കാം. ഈ ഡയറ്റിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ വെയിറ്റ് ഗെയിൻ അതിനോടനുബന്ധിച്ച് തന്നെ. അപ്പോൾ ഗർഭിണികൾ അവർ ഛർദി അങ്ങനെയുള്ള വിഷമങ്ങൾ മൂലം ഭക്ഷണം കഴിക്കാൻ വിഷമമുണ്ടോ, അപ്പം വെയിറ്റ് കുറയോ, പിന്നെ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. അത് കുറച്ചും കൂടി ഊട്ടി ഉറപ്പിക്കാനായിട്ട് നമ്മുടെ ഈ മെഡിക്കൽ കെയർ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഗർഭിണി എല്ലാ വിസിറ്റിലും വെയിറ്റ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് നോക്കുക, വെയിറ്റ് കൂടിയിട്ടുണ്ട്, ഹാപ്പിയായി, വെയിറ്റ് കുറഞ്ഞു, ടെൻഷനായി, കുട്ടിയുടെ വെയിറ്റ് കുറയുന്നുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷനായി. ഇത് പിന്നെ പുറത്ത് നടന്ന സ്റ്റഡിയാണ്. ഇതിൽ പറയുന്നത് അധികം വെയിറ്റ് കൂടുന്ന സ്ത്രീകൾക്ക് അധികം വെയിറ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ആണ് ഈ പഠനത്തിൽ പറയുന്നത്. അപ്പോൾ മെറ്റേണൽ വെയിറ്റ് ഇന്റർപ്രിട്ടേഷനിൽ മെറ്റേണൽ വെയിറ്റ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ഇൻക്രീസസ് ബർത്ത് വെയിറ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ജനറ്റിക് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീയുടെ വെയിറ്റ് അധികം കൂടിയാൽ കുട്ടിയുടെ വെയിറ്റും കൂടും. അത് അവരൊരു പിന്നെ ആദ്യമായിട്ട് അവരുടെ ഒരു ആങ്സൈറ്റി ആയിട്ടാണ് അവർ പറയുന്നത്. നമുക്ക് ഗർഭിണിയുടെ വെയിറ്റ് കൂടണം, കുട്ടിയുടെ വെയിറ്റ് കൂടണം എന്നുള്ള ഒരു സന്തോഷമാണ് നമുക്കുള്ളത്. പക്ഷേ അവർക്ക് അതൊരു ആങ്സൈറ്റിയാണ്. പിന്നെ ഗർഭകാലത്ത് വേണ്ടതിലധികം വെയിറ്റ് കൂടുമോ എന്നുള്ളതാണ് അവരുടെ പേടി. പിന്നെ വെയിറ്റ് കൂടിയ കുട്ടികൾക്കും റിസ്ക് ഉണ്ട്. അപ്പോൾ വെയിറ്റ് കൂടാതെ നോക്കണം എന്നുള്ളതാണ് അവരുടെ ആങ്സൈറ്റി. വേറൊരു പിന്നെ പഠനത്തിൽ അല്ലെങ്കിൽ വേറൊരു പിന്നെ ഇത് ഡയബറ്റീസിനെ കുറിച്ച് ഇതുള്ള ഒരു റിവ്യൂ ആർട്ടിക്കിളാണ്. അതിൽ പറയുന്നത് ദർ ഇസ് നോ എവിഡൻസ് ദാറ്റ് ചേഞ്ച് ഇൻ ഡയറ്റ്
ഓർ സപ്ലിമെന്റ് യൂസ് ക്യാൻ പ്രിവെന്റ് ഓർ ട്രീറ്റ് IUGR. IUGR എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞ കുട്ടികൾ, ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ. അപ്പം അമ്മയുടെ ഡയറ്റ് ഭക്ഷണം കുറയുന്നത് കൊണ്ടോ ഒന്നും കുട്ടിയുടെ വെയിറ്റ് കുറയുകയോ അല്ലെങ്കിൽ ഭക്ഷണം കൂട്ടിയത് കൊണ്ട് വെയിറ്റ് കുറഞ്ഞ കുട്ടിയുടെ വെയിറ്റ് കൂടുകയോ ഇല്ല. അപ്പൊ കഴിഞ്ഞ പഠനവും ഈ പഠനവും ഡയറക്ട്ലി കോൺട്രാഡിക്റ്റിംഗ് ആണ്, പരസ്പര വിരുദ്ധമാണ്. ആദ്യത്തിൽ പറഞ്ഞു അമ്മ അധികം കഴിച്ചാൽ കുട്ടിയുടെ അധികം വെയിറ്റ് കൂടുന്നുള്ളത്. ഇതിൽ പറയുന്നത് അമ്മ കുറച്ച് കഴിച്ചത് കൊണ്ട് കുട്ടിയുടെ വെയിറ്റ് കുറയുന്നില്ല, അതുകൊണ്ടല്ല കുട്ടിയുടെ വെയിറ്റ് കുറയുന്നത്. അപ്പോൾ ഇത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സംഗതി അല്ല. ഇത് ഇങ്ങനെയൊക്കെ വരുന്നത് രണ്ട് കാരണം. ഒന്ന്, നമ്മൾ റിസർച്ച് ചെയ്യുന്നവരുടെ മുൻവിധികൾ, മുൻധാരണകൾ, മുൻവിധികൾ, ബയാസ്, അതുമൂലമുള്ള അവരുടെ ബയാസ്. രണ്ട്, ഔട്ട്ലിയേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംസ് ഓഫ് വെയിറ്റ് റേഞ്ചിലുള്ളവർ, വെയിറ്റ് വളരെ അധികം ഉള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ പഠനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പഠനങ്ങളിൽ കൊണ്ട് ഇതിനെ അതിന്റെ ഔട്ട്കം ബാധിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറയുന്നത്, സ്ത്രീ അധികം കഴിച്ചത്, ഗർഭിണി അധികം ഭക്ഷണം കഴിച്ചത് കൊണ്ട് കുട്ടിയുടെ വെയിറ്റ് കൂടുന്നോ അല്ലെങ്കിൽ കഴിക്കുന്നത് കുറഞ്ഞു പോകുന്നത് കൊണ്ട് കുട്ടിയുടെ വെയിറ്റ് കുറയുന്നോ ഇല്ല. അപ്പൊ ആ ഒരു പേടി വേണ്ട. ഗർഭിണികളോട് അധികം കഴിക്കാൻ പറയുന്ന ഗർഭിണിയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, അവരുടെ കുട്ടികൾ വെയിറ്റ് കുറഞ്ഞു പോകുന്നതുള്ള പേടി കൊണ്ടാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീയെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം ഇല്ല. അവർക്ക് എത്ര കഴിക്കാൻ പറ്റുമോ അത്രയും നല്ല ഫുഡ് കഴിക്കാൻ അനുവദിക്കാം. ഇത് UK നൈസ് ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ നോക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള UK ഡോക്ടേഴ്സിനുള്ള, ബ്രിട്ടീഷ് ഡോക്ടേഴ്സിനുള്ള ഗൈഡ് ലൈൻസിൽ പറയുന്നതാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ മെഷർ വെയിറ്റ് ആൻഡ് ഹൈറ്റ് അറ്റ് ദ ഫസ്റ്റ് കോൺടാക്ട്. ആദ്യത്തെ പരിശോധനയിൽ സ്ത്രീയുടെ വെയിറ്റും ഹൈറ്റും നോക്കുക. കാരണം അവർ BMI കാൽക്കുലേറ്റ് ചെയ്യണം. അത് വെച്ചാണ് സ്ത്രീയുടെ റിസ്ക് അസസ് ചെയ്യുന്നത്. അതൊരു റിസ്ക് അസസ്മെന്റിലെ ഒരു ഭാഗമാണ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ ഹൈലൈറ്റ് ചെയ്ത് നോക്കുക, ഡു നോട്ട് വെയ് വിമൻ റിപ്പീറ്റഡ്ലി ഡ്യൂറിംഗ് പ്രഗ്നൻസി ആസ് എ മാറ്റർ ഓഫ് റുട്ടീൻ. എല്ലാ ഗർഭിണികളെയും എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും തൂക്കി നോക്കേണ്ട ആവശ്യമില്ല. അത് ക്ലിയർ ആയിട്ട് അവർ ഡോക്ടേഴ്സിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഇതിന് നേരെ വിപരീതമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്നത്. ആര്? ഡോക്ടേഴ്സ്, ഹെൽത്ത് കെയർ സിസ്റ്റം ചെയ്യുന്നത്. തൂക്കി നോക്കുക, എന്നിട്ട് ടെൻഷൻ അടിപ്പിക്കുക. അടുത്തത് ആക്ടിവിറ്റി, എക്സസൈസ്. പുറം രാജ്യങ്ങളിൽ ഗർഭിണികൾ മാരത്തോണുകൾ ഓടിയിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് സെറീന വില്യംസ് ഗർഭിണിയായിരിക്കും ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകൾ നടക്കാൻ പേടിയാണ്, സ്റ്റെപ്പ് കയറാൻ പേടിയാണ്. എല്ലാ തരത്തിലുള്ള റെസ്ട്രിക്ഷനും നമ്മുടെ സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ഗർഭിണികളായാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗർഭിണി നടന്നത് കൊണ്ടോ ചാടിയത് കൊണ്ടോ വഴുതിയത് കൊണ്ടോ ഒന്നും ഗർഭസ്ഥ ശിശുവിന് തുമ്മിയാത്തെറിക്കുന്ന, ശ്രീകുമാർ സാറിന്റെ പ്രയോഗം, തുമ്മിയാത്തെറിക്കുന്ന ഇതല്ല ഗർഭം. അത്ര എളുപ്പത്തിൽ മാറുന്നതല്ല. നമ്മൾ ശരീരത്തിൽ വരുന്ന വെയിറ്റോ ഒന്നും ഡയറക്റ്റ് യൂട്രസ് നമ്മളെ ഗർഭത്തിൽ വരുന്നില്ല. ഇപ്പോൾ ഈ ബില്ലിങ്ങിന്റെ മേലെ ഒരു ആനയെ വെക്കുകയാണെങ്കിൽ നമ്മുടെ മേലല്ല വെയിറ്റ് വരുന്നത് ബില്ലിങ്ങിന്റെ സ്ട്രക്ചറിലാണ്. അതുപോലെ നമ്മൾ ദേഹത്തിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ മസ്കുലോ സ്കെൽറ്റൽ നമ്മളെ ജോയിന്റും എല്ലിലൊക്കെയാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. അത് ആ വെയിറ്റ് വരുന്നത് യൂട്രസിന്റെ മേലെ ഒന്നല്ല. ഗർഭിണികളെ കൊണ്ട് റെസ്റ്റ് എടുപ്പിച്ചാൽ, ഒന്നും ചെയ്യാതെ കിടത്തിയാൽ അത് അവർക്ക് ബവലിന്റെ മൂവ്മെന്റ്സിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും, മലബന്ധം ഉണ്ടാവും. അവര് ടോയ്ലറ്റിൽ പോയിരുന്നിട്ട് അധികം മുക്കേണ്ടി വരും. അത് യൂട്രസിന്റെ മേലെ എഫക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുപ്പിക്കുന്നത് കൊണ്ട് ഗർഭിണിയുടെ യൂട്രസിന് മേലെയുള്ള പ്രഷർ കൂട്ടുക ചെയ്യുക. അത് ആയാസരഹിതമാക്കുകയല്ല ചെയ്യുക. അവിടെ നടന്നാലോ ഓടിയാലോ സ്റ്റെപ്പ് കയറിയാലോ ഉണ്ടാകുന്ന വിഷമത്തെക്കാളും കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും അവൾ റെസ്റ്റ് എടുത്താൽ ഉണ്ടാവും. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഗർഭിണി ആയാലും എല്ലാം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അവർ ചോദിക്കും, വന്നപാട് ചോദിക്കും, ഗർഭിണി ആയിട്ടുണ്ട് ഡോക്ടറെ, എന്തൊക്കെ എക്സസൈസ് ചെയ്യണം? റെഡി. അപ്പോൾ ഇതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഗർഭിണിയാവുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഗർഭിണി ആയപ്പോഴാണ് ഇയാൾക്ക് ബോധം വന്നത് എന്തൊക്കെയോ എക്സസൈസ് ചെയ്യണം ഉള്ളത്. റെക്കമെൻഡേഷൻ ഗർഭിണികൾ 30 മിനിറ്റ് നടക്കണം എന്നാണ്. അത് ഗർഭിണികൾക്കുള്ള നിർദ്ദേശമല്ല, എല്ലാവർക്കുള്ള നിർദ്ദേശമാണ്. WHO എല്ലാവരും ദിവസം 30 മിനിറ്റ് നടക്കണം എന്നുള്ളതാണ്. സെയിം സാധനം ഗർഭത്തിൽ കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഗർഭം. അത്ര മാത്രം. ഫ്രൂട്ട്സ് കഴിക്കുക, നടക്കുക, ഇതൊക്കെ നമുക്ക് ഗർഭിണിയായി കഴിഞ്ഞാൽ നിർത്തേണ്ട സാധനമല്ല, പ്രസവിച്ച് കഴിഞ്ഞാൽ നിർത്തേണ്ട സാധനമല്ല, അത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ഗർഭിണികളും ചെയ്യാം. പക്ഷേ ഗർഭത്തിൽ ക്ഷീണം ഉണ്ടാവും, മേൽവേദന ഉണ്ടാവും. അതൊക്കെ കൊണ്ട് അവൾക്ക് ചെയ്യാൻ 30 മിനിറ്റ് എല്ലാവർക്കും നടക്കാൻ പറ്റില്ല. സെറീന വില്യംസിന് മണിക്കൂറുകളോളം നടക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ഗർഭിണിക്ക് 10 മിനിറ്റ് നടന്നാൽ, ഗർഭത്തിന് മുമ്പ് 10 മിനിറ്റ് നടന്നാൽ ക്ഷീണിക്കുന്ന സ്ത്രീക്ക് ഗർഭിണിയായി കഴിഞ്ഞാൽ 10 മിനിറ്റ് പോലും നടക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കഴിയുന്നത്ര അവരെ കൊണ്ട് നടക്കാനോ എന്തെങ്കിലും വ്യായാമം ചെയ്യാനോ സമ്മതിക്കുക, ജോലി ചെയ്യാൻ സമ്മതിക്കാം. നടുവേദന നമ്മുടെ നാട്ടിലൊരു ഇതുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാവരും റെസ്റ്റ് എടുപ്പിക്കുന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ എക്സ്ട്രീംസ് ആണ്. ഗർഭിണികളായാൽ അവരെ കൊണ്ട് മണങ്ങി അല്ലെങ്കിൽ കുഞ്ഞിഞ്ഞ് ജോലി ചെയ്യിക്കണം എന്നുള്ളതാണ് നമ്മുടെ പരിപാടി, ആചാരം. കുറേ നാൾ കുഞ്ഞ് ജോലി ചെയ്താൽ നടുവേദന വരും. പറയൂ നടുവിന് വീക്കുണ്ട്, വയറിന് വീക്കുണ്ട്, ഫുൾ റെസ്റ്റ് എടുപ്പിക്കണം. അപ്പോൾ 2 എക്സ്ട്രീംസ് ആണ്. ബാക്ക് പെയിൻ ഇൻ പ്രഗ്നൻസി ഇറ്റ്സ് വെരി കോമൺ ടു ഗെറ്റ് ബാക്ക് പെയിൻ. അത് അവോയ്ഡ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബെൻഡ് യുവർ നീസ്. നമ്മൾ താഴെ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോൾ നേരെ മണങ്ങിയെടുക്കാതെ നീസ് മുട്ട് മടക്കിയെടുക്കുക. നമ്മുടെ ബാക്ക് നടു
അധികം വളയാതെ നിലത്ത് നിന്ന് സംഗതി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മണങ്ങി ജോലി ചെയ്യുന്നത് നടുവേദന ഉണ്ടാക്കും. മണങ്ങി നിൽക്കുന്നത് ഒരു എക്സസൈസ് അല്ല. എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മസിൽസിനെ വർക്ക് ചെയ്യിക്കുന്നതാണ്. മണങ്ങി നിൽക്കുന്നത്, നടുവളഞ്ഞു നിൽക്കുന്നത് ഒരു എക്സസൈസ് അല്ല, നിങ്ങളുടെ ജോയിന്റിന് കൊടുക്കുന്ന ഒരു സ്ട്രെയിൻ മാത്രമാണ്. നടുവേദന അല്ലെങ്കിൽ ജോയിന്റ് വേദന ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ്, അത് എക്സസൈസ് അല്ല. അതിന്റെ മറ്റേ മറുപുറം റെസ്റ്റ്. ഇത് പിന്നെ മേയോ ക്ലിനിക്കിന്റെ വെബ്സൈറ്റിൽ നിന്നാണ്. ഈ ബെഡ് റെസ്റ്റിനൊക്കെയുള്ള ദോഷങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ: ബ്ലഡ് ക്ലോട്ട് ഇൻ ദ ഡീപ്പ് വെയിൻ, കാലിൽ രക്തം കട്ട പിടിക്കുക. ഇത് പൊട്ടൻഷ്യലി പിന്നെ മരണം വരെ സംഭവിക്കാവുന്ന അസുഖമാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഡിക്രീസ്ഡ് ബോൺ മാസ്, എല്ല് വേദന, എല്ല് ചതവ്, ബോൺ ഫ്രാക്ചർ ഒക്കെ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. മസ്കുലോസ്കെൽറ്റൽ ആൻഡ് കാർഡിയോവാസ്കുലർ ഡീകണ്ടീഷനിങ്, ആരോഗ്യം പൊതുവെ കുറയുക. നമ്മുടെ സ്പേസിലേക്ക് പോയിട്ട് വരുന്നവർ അവരെ മസ്കുലോസ്കെൽറ്റൽ സ്ട്രെങ്ത് കുറയും. അതേ കാര്യം തന്നെയാണ് നമ്മൾ വെറുതെ റെസ്റ്റ് എടുത്താൽ ഉണ്ടാവുക. പിന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, ഇതൊക്കെയാണ് പിന്നെ അനാവശ്യമായി റെസ്റ്റ് എടുത്ത് നമ്മൾ ആരോഗ്യം കൂടുതൽ ചെയ്യുക. നമ്മുടെ ബോഡി വ്യായാമം ചെയ്താണ് ആരോഗ്യം കൂട്ടേണ്ടത്, റെസ്റ്റ് എടുത്തിട്ടല്ല. അപ്പോൾ സ്ത്രീയെ കൊണ്ട് അനാവശ്യമായി റെസ്റ്റ് എടുപ്പിക്കരുത്. നിങ്ങൾ റൈറ്റ് സൈഡ് കാണുന്നത്, there is no evidence that bed rest during pregnancy is effective at treating preterm labor or preventing premature birth. മാസം തികയാതെ പ്രസവിക്കുന്ന കണ്ടീഷൻ അത് ബെഡ് റെസ്റ്റ് എടുക്കുന്നതിലൂടെ തടയാൻ പറ്റില്ല. അപ്പോൾ ബെഡ് റെസ്റ്റ് എടുത്തിട്ട് നേരത്തെ പ്രസവിക്കോ അങ്ങനെയൊക്കെയുള്ള പേടിയിൽ എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇത് വേറൊരു പിന്നെ റിവ്യൂ ആർട്ടിക്കിളിന്റെ സമ്മറിയാണ്. ഫസ്റ്റ് ലൈൻ: 1 in 5 pregnancies is complicated by vaginal bleeding. ബ്ലീഡിങ് ഗർഭത്തിൽ വളരെ സാധാരണയാണ്. നമ്മുടെ ഗർഭിണികൾക്ക് ഒരു ഡ്രോപ്പ് ബ്ലഡ് കണ്ടാൽ പിന്നെ ഭയങ്കര പേടിപ്പിക്കലായി, ടെൻഷൻ അടിപ്പിക്കലായി, ഫുൾ റെസ്റ്റായി. ഹൈലൈറ്റ് ചെയ്തത്, ഓൾദോ ബെഡ് റെസ്റ്റ് ആൻഡ് പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ്സ് ആർ ഓഫൺ അഡ്വൈസ്ഡ്, ലിറ്റിൽ എവിഡൻസ് സപ്പോർട്ട് ദെയർ എഫക്റ്റീവ്നെസ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എവിഡൻസ് ഉണ്ടെന്നല്ല, എവിഡൻസ് ഒന്നും ഇല്ല എന്നർത്ഥം. ഒരു എവിഡൻസും ഇല്ല. ബെഡ് റെസ്റ്റ് എടുക്കുന്നതിലൂടെ നമ്മളിപ്പോൾ ഒരു സ്ത്രീക്ക് കുറച്ച് ബ്ലഡ് കണ്ടാൽ, ബ്ലീഡിംഗ് ഉണ്ടായാൽ, ഗർഭത്തിൽ ബ്ലീഡിംഗ് ഉണ്ടായാൽ, ഏർലി പ്രഗ്നൻസിയാണ്, പിന്നെ 5 മാസത്തിന് മുമ്പുള്ള ബ്ലീഡിംഗ്, ആ ഗർഭിണിയുടെ റിസ്ക് പ്രൊഫൈല് ഒന്നും മാറില്ല. ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ഗർഭിണികൾക്കും അതുവരെ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്ത ഗർഭിണിക്കും ഇനിയുള്ള മാസങ്ങളിൽ സെയിം റിസ്ക് ആണ്. അപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടായതുകൊണ്ട് റിസ്ക് പ്രൊഫൈൽ മാറുന്നില്ല. ഇനി ബ്ലീഡിംഗ് ഉണ്ടായതുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നത് കൊണ്ട് ഒരു ഗുണമില്ല. വേറെ വിഷയം, ലോ ബി പി. ആര് കണ്ടാലും ഇപ്പോൾ ലോ ബി പി ആണ്. പിന്നെ ഗർഭിണികൾക്ക് മാത്രമുള്ളതല്ല, ഗർഭിണിയായി വരുമ്പോൾ തന്നെ ഡോക്ടർ ഇവിടെ എപ്പോഴും ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും ലോ ബി പി ആണ്. പിന്നെ ലോ ബി പി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. നമുക്ക് ക്ഷീണോ തലകറക്കോ ഉണ്ടാവുന്നത് നമുക്ക് ബി പി കുറയുന്നതല്ല. നേരത്തെ പിന്നെ സുപ്പൈൻ ഹൈപ്പോടെൻഷൻ, മറ്റേ ഈ നേരെ കിടന്നാലുള്ള ബി പി കുറയുന്നതിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ ഒരു പേഷ്യന്റ് ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ക്ലിനിക്കൽ സെറ്റിങ്ങിൽ ബി പി സിഗ്നിഫിക്കൻ്റ് ആണ്. റോഡിൽ നടന്നു പോകുന്ന നിങ്ങൾ തന്നെ എല്ലാവരും ബി പി നോക്കിയാൽ കുറേ ആൾക്ക് വളരെ കുറവായിരിക്കും. ഇപ്പോഴും 120/80 നോർമൽ ആണെങ്കിൽ കുറേ ആൾക്ക് 100/60, 90/50 ഒക്കെ കാണും നിങ്ങൾ തന്നെ. പക്ഷെ നിങ്ങൾ തന്നെ കുറച്ച് ക്ഷീണമോ മന്ദതയോ തോന്നുന്നവർക്ക് ചിലപ്പോൾ 120/80, 130/90 ഒക്കെ ആയിരിക്കും ബി പി. നമുക്ക് ബി പിയും ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന ക്ഷീണോ ആലസ്യതയോ ആയിട്ടൊന്നും ബി പിക്ക് ബന്ധമില്ല. എന്നിട്ട് ബി പി കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് എന്താ? ഉപ്പ് കൊടുക്കാം. ഉപ്പിട്ട് നാരങ്ങ വെള്ളം, ഉപ്പിട്ട് കഞ്ഞി വെള്ളം. ഉപ്പിന് WHO ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 5 gram per day. 5 gram അധികം നമ്മൾ ഒരു ദിവസം കഴിക്കരുത്. ഒരു ആവറേജ് ഇന്ത്യൻ ഡയറ്റ്, നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന ലെവല് ഇതിനേക്കാളൊക്കെ അധികം, ഇരട്ടിയാണ്. മോർ ദാൻ 10 grams per day. നമ്മൾ മാക്സിമം കഴിക്കുന്നതിന്റെ ഇരട്ടിയാണ് നമ്മളിപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും എന്ത് ബി പി തകരാറുണ്ടെങ്കിലും നമ്മൾ ഇനിയും ഉപ്പ് കൂട്ടാൻ പാടില്ല. ഇതെല്ലാവർക്കും ബാധകമാണ്, ഗർഭിണിക്ക് മാത്രമല്ല. പക്ഷേ ഗർഭിണികൾക്ക് കുറച്ച് ക്ഷീണം, തലകറക്കെല്ലാം നോർമലി ഉണ്ടാവും, എല്ലാ ഗർഭിണികൾക്കും ഉണ്ട്. അപ്പോൾ ഈ ഗർഭിണിക്ക് പിന്നെ ബി പി കുറവാന്ന് പറഞ്ഞിട്ട് ഉപ്പ് കൊടുക്കുന്നതും ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുക്കുന്നതൊക്കെ സാധാരണക്കാരെക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. എല്ലാവരും ആരായാലും, ഗർഭിണി ആയാലും അല്ലാത്തവരും ലോ ബി പി എന്ന് പറഞ്ഞ ഒരു അസുഖമില്ല. അത് വിചാരിച്ചിട്ട് ഉപ്പ് അധികം കഴിക്കരുത്. ആവുന്നതും ഉപ്പ് കഴിക്കുന്നത് കുറക്കണം. ഉപ്പിനെ കൊണ്ടുള്ള ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇനി കാണുന്നത്. എൻലാർജ് ഹാർട്ട് മസിൽ, ഹൃദയം വലുതാവുന്നതല്ല, രോഗാതുരമാകുന്നതാണ്. ഹെഡേക്ക്, ഹാർട്ട് ഫെയിലിയർ, ഹൈ ബ്ലഡ് പ്രഷർ, കിഡ്നി ഡിസീസ്. അധികം ഉപ്പ് കഴിച്ചാൽ കിഡ്നിയുടെ ലോഡ് കൂടും, കിഡ്നി ഡിസീസ് വരും. സ്റ്റോൺസ്, ഓസ്റ്റിയോപോറോസിസ്, സ്റ്റൊമക് ക്യാൻസർ, സ്ട്രോക്ക്. ഇതൊക്കെ ഉപ്പ് അധികം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ക്യാൻസറും പിന്നെ കിഡ്നിയുടെ അസുഖവും ഹാർട്ടിന്റെ അസുഖവും സ്ട്രോക്കും എല്ലാം അടക്കം. അപ്പോൾ ഇന്ന് ഉണ്ടാകുന്ന ഡയാലിസിസ് സെന്റേഴ്സിനൊക്കെ ഒരു കാരണം നമ്മുടെ ഈ ഉപ്പ് തീറ്റയാണ്. അത് കുറയ്ക്കുകയാണ് വേണ്ടത്. ഇനിയും ലോ ബി പി എന്ന് പറഞ്ഞ് കൂട്ടിയല്ല.